ദേഷ്യം തീർക്കുന്ന ഒരു വസ്തുക്കളായിട്ട് നമ്മുടെ മക്കളെ മാറ്റരുത്. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ മുന്നിൽ നമ്മൾ തെറ്റ് അക്സെപ്റ്റ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കണില്ല കുട്ടികൾക്ക്. ആ പ്രശ്നം ഇന്ന് കുട്ടികൾക്ക് ഉണ്ട്. ഒരു മാതാപിതാക്കൾ തമ്മിൽ തല്ലുകൂടി, പ്രശ്നമായി, കുറെ സംസാര വിഷയമായി. അത് കഴിഞ്ഞിട്ട് ഭർത്താവ് പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ ഭാര്യ പുറത്തേക്ക് പോയി എന്ന് വിചാരിക്കും. അപ്പൊ ഭർത്താവാണ് പുറത്തേക്ക് പോകണമെങ്കിൽ ഭാര്യ എന്ത് ചെയ്യും? മക്കളോട് പറയും, എൻ്റെ വാപ്പ അല്ലെങ്കിലേ അങ്ങനെയാണ്, അതാണ്, ഇതാണ്, ഇങ്ങനെയാണ്, കുറെ പ്രശ്നമാണ്, അങ്ങനെ. എൻ്റെ വാപ്പന്റെ കുറേ മിസ്റ്റേക്സ് പറഞ്ഞു കൊടുക്കും. അപ്പോഴും ഉമ്മനെ ന്യായീകരിച്ചുകൊണ്ടായിരിക്കും ഈ പറയണത്. അല്ലെങ്കിൽ ഇപ്പൊ ഉമ്മയാണ് ഇല്ലാത്തുണ്ടെങ്കിൽ വാപ്പ പറയുന്നത്, എൻ്റെ ഉമ്മക്ക് അല്ലെങ്കിലും അഹങ്കാരാണ്, അതാണ്, ഇതാണ്, കിട്ടിയതിന്റെ വില അറിയില്ല, അങ്ങനെ കുറെ സാധനങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അപ്പോഴും വാപ്പയ്ക്ക് തെറ്റ് പറഞ്ഞു കൊടുക്കൂല, ഇത് മാത്രം പറയും. മറ്റൊരാളെ ബ്ലെയിം ചെയ്യാൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. എന്നാൽ നേരെ മറിച്ചിട്ട് ഒരു ഉമ്മ പറയുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കി. വാപ്പയമ്മയും വർത്താനായി, ഉപ്പ പറഞ്ഞത് തെറ്റാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ പ്രതികരിക്കേണ്ടില്ലായിരുന്നു, അതിന്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ആയിപ്പോയി, ഞാനും കുറച്ച് ഒച്ചട്ട് സംസാരിച്ചു പോയി. ഒരു വാപ്പ പറയാണ്, എൻ്റെ ഉമ്മ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ കൈമന്ന് പോയിപ്പോ ഞാൻ അറിയാതെ കുറച്ചങ്ങോട്ട് പറയുകയും ചെയ്തു. ഓള് പാവാണ്, ഓളെല്ലാ കാര്യം ചെയ്യുന്നുണ്ട്, പിന്നെ മനുഷ്യന്മാരല്ലേ, ചിലപ്പോൾ ഒന്ന് ഇതൊക്കെ ആയിപ്പോ, ആ സമയത്ത് ഞാനൊന്ന് വിട്ടുകൊടുത്താൽ മതി, നിന്റെ ഭാഗത്താണ് കുറച്ച് പ്രശ്നം. അങ്ങനെ ഒരു കുട്ടീനോട് സംസാരിക്കണ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഈ കുട്ടി ആദ്യം മനസ്സിലാക്കുക എന്താണെന്നറിയോ? അക്സെപ്റ്റ് ചെയ്യുക. തെറ്റുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമായിട്ട് മനസ്സിലാക്കും. മറ്റേ കുട്ടി മനസ്സിലാക്കുക എന്താണെന്നറിയോ? ഏത് ഈ പരസ്പരം ബ്ലെയിം ചെയ്യുന്ന കുട്ടികൾ മനസ്സിലാക്കുക, എന്ത് പ്രശ്നം വന്നാലും ഒച്ചട, എന്നിട്ട് എന്ത് ചെയ്യാം? പരസ്പരം ബ്ലെയിം ചെയ്താൽ മതി, മറ്റവനെ കുറ്റം പറഞ്ഞാൽ മതി, ഇവളെ കുറ്റം പറഞ്ഞാൽ മതി, പരിപാടി കഴിഞ്ഞെന്ന് വിചാരിക്കും.